ഹലോ എവരി വൺ. ഇന്ന് ഞാനൊരു 32 ഇഞ്ച് ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ലൈനിങ് വെച്ചിട്ട് നമ്മളൊരു സ്കെയിലിൻ്റെ അളവ് എപ്പോഴും വരയ്ക്കുന്നത് പോലെ ആദ്യം ഒരു സ്കെയിലിൻ്റെ അളവ് വരച്ചു. ഇതിൽ കുട്ടി ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാനിതിന് 14.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തത്. 14.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ ഒരു വര വരച്ചു. 32 ഇഞ്ചിൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് അതിൻ്റെ 1/6 5.3 വരുന്നത്. ഞാനിവിടെ 5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തത്. കഴുത്തകലം 2 ഇഞ്ച് എടുത്തു. കഴുത്തകലം 2 ഇഞ്ച്, ഷോൾഡർ ടോട്ടൽ 5 ഇഞ്ച് എടുത്തു. അതേ 5 ഇഞ്ച് ഈ കുഴിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. അതിൻ്റെ ഹാഫ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ ഇതുപോലെ ഒന്ന് വരയ്ക്കുക. ഇനി നമ്മൾ കഴുത്ത് വന്നിട്ട് 32 ഇഞ്ചിൻ്റെ 1/4 8 ഇഞ്ച് ഇതുപോലെ കഴുത്തകലം എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് നേരെ താഴോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ 2.5 കഴുത്തകലം, ഇവിടെ 2.5 എടുത്തു. ഇവിടെ നേരെ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് കഴുത്ത് റൗണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ 32 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടുമ്പോൾ 36 ഇഞ്ച്, അതിൻ്റെ 1/4 9. ഇപ്പോൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്നല്ല മാർക്ക് ചെയ്യുന്നത്, നേരെയാണ്. 9 ഇഞ്ച് ചെസ്റ്റ് ലൈൻ നേരെ മാർക്ക് ചെയ്തു. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 9 2 11. അതേ 11 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കുന്നു. എന്നിട്ട് കൈക്കുഴി ഷേപ്പ് കൊടുക്കുക. കൈക്കുഴി ഷേപ്പ് കൊടുത്തു. ആം ഹോൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ട്. 32 ഇഞ്ചിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആയാൽ നമുക്ക് ബാക്കിയെല്ലാം ഓക്കെ ആവും. അപ്പോൾ ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു നോച്ചസ് കൊടുത്ത് ഇവിടെ ഒരു നോച്ചസ് കൊടുത്ത്. ഇനി ഫ്രണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റാണ് വെച്ചിട്ട് 4 ചുറ്റും ഇതുപോലെ മാർക്ക് ചെയ്തു. ഞാൻ കഴുത്ത് നേരത്തെ വെട്ടാത്തത് ഇതുപോലെ കറക്റ്റ് ലെവലിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കഴുത്ത് വെട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു വളവൊക്കെ വരുന്നെങ്കിലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടു. ഇനിയാണ് കഴുത്ത് വെട്ടുന്നത്. ഇതിന് ഞാൻ കഴുത്തിറക്കം 6 ഇഞ്ചാണ് ഇടുന്നത്. 6 ഇഞ്ച് മുകളിൽ 2.5 ആയതുകൊണ്ട് ഇവിടെ 2.5. അവിടെ നിന്ന് നേരെ ഇതുപോലെ വരയ്ക്കും. നേരെ ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് 1/4 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ഡോട്ട് 10.5 ഡോട്ടിൻ്റെ ഇതെടുക്കുന്നത്. 10.5 3 13.5. 13.5 ഇഞ്ചാണ് ഞാൻ ഡോട്ടിന് വേണ്ടിയിട്ട് ലെങ്ത് മാർക്ക് ചെയ്തത്. ഇനി നമുക്കിവിടെ കഴുത്തകലം 2, ഷോൾഡറിൻ്റെ പകുതി 1.5, 2 1 3.5 ഇഞ്ചാണ് ഞാനിവിടെ ഡോട്ടിൻ്റെ ലെങ്ത് വീതി മാർക്ക് ചെയ്തത്. 3.5 ഇഞ്ച് അവിടെ അതിൻ്റെ നേരെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കിട്ടി. ഓക്കെ. ഞാനിവിടെ 2 ഇഞ്ചാണ് മുകളിലോട്ട് ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ 3 ഇഞ്ച് കിട്ടി. അതേ 3 ഇഞ്ച് ഞാൻ ഇപ്പോഴത്തെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അതേ ഷേപ്പിന് ഇതുപോലെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ 3 ഇഞ്ചല്ലേ അവിടെ വന്നത്, 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 3.5 ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കിട്ടും. ഓക്കെ.
ഇതുപോലെ പതുക്കെ അതേ ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇറക്കിയാണ് വെട്ടുന്നത്. എപ്പോഴും ഞാൻ കൈക്കുഴിയുടെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ മറന്നു ഇറക്കി. കണ്ടോ, ഞാൻ അരേഞ്ച് ഇതുപോലെ ഇറക്കിയാണ് വെട്ടിയത്. വെട്ടുന്ന സമയത്ത് ഓർമ്മിക്കും. ഇനി കൈ ബാക്കിയെല്ലാം അതുപോലെ തന്നെ സെയിം നേരത്തെ കാണിച്ചതുപോലെ തന്നെയൊക്കെ. താഴെ ഷേപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അരയിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് 9 ഇഞ്ച്, 8.5 കയ്യിറക്കം, 9 ഇഞ്ച് മാർക്ക് ചെയ്തു. റൈറ്റ് സൈഡിൽ 9 ഇഞ്ച് വെച്ചിട്ട് 3.5, പിന്നെ ഇവിടെ 1.5, ഇത് 1.5 നേരെ ഇതുപോലെ വന്നിട്ട് അവിടെ നിന്ന് ഷേപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കൈ. എല്ലാം ഇതുപോലെ കറക്റ്റാக വച്ചിട്ട് നമ്മൾ കുറച്ച് തുണി എക്സ്ട്രാ ഇട്ട് വെട്ടണം. കൈയും ഇതുപോലെ എക്സ്ട്രാ ഇട്ട് വെട്ടി എടുക്കണം. ഓക്കെ, ബാക്കിയെല്ലാം ബെൽറ്റിനും ക്രോസ് പീസും അതെല്ലാം മറ്റേതൊക്കെ വെട്ടി കാണിച്ചതുപോലെ തന്നെയാണ് എല്ലാം വെട്ടുന്നത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.